അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്പൽക്കുളത്തിൽ ഇന്ന് 5 പൂക്കളാണ് വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ സന്തോഷമുണ്ട്. നല്ല ഭംഗിയുള്ള 5 പൂക്കളുണ്ട്. ഒന്ന് ചെറുതാണ്, വലിയ 2 പൂക്കളാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഓരോ ദിവസം ഇങ്ങനെ പൂക്കളിങ്ങനെ വർദ്ധിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈ ഉണ്ടാവണമൊക്കെ ഞാൻ ഇതിൻ്റെ മുൻപ് കാണിച്ചു തന്നാണല്ലോ. ഇതിൻ്റെ തൈകളും ഇവിടെയൊക്കെ തൈകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഇലൻ്റെ ഈ സൈഡിൽ നിന്ന്, ഈ അഗ്രഭാഗത്തു നിന്നാണ് തൈകൾ ഉണ്ടാവുന്നത്. ഇതൊക്കെ തൈകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ തൈകളിങ്ങനെ മാറ്റി നടണമുണ്ട് കേട്ടോ, ചെറിയ പാത്രങ്ങളിലേക്കും അതുപോലെ തന്നെ കുളത്തിൻ്റെ പല സൈഡിലേക്കുമൊക്കെ മാറ്റി നടുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മളെന്തെങ്കിലും ഒരു ചെടി ഉണ്ടാകുമ്പോൾ പൂടുക, അത് കായ ഉണ്ടാവുക, അത് പച്ചക്കറി ആണെങ്കിലും നമുക്കങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പൂവിൻ്റെ കാര്യത്തിൽ. ഇത് കുറഞ്ഞൊരു ഇതിൻ്റെ അടിയിലെ കുറഞ്ഞൊരു നീല കളറുണ്ട്. നീലത്താമര എന്ന് പറഞ്ഞാൽ അത്ര നീലല്ല, എന്നാലും കുറഞ്ഞൊരു നീല. ഇത് അതുപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, അവിടെ അതിൽ പൂമ്പാറ്റല്ല, തേനീച്ചകളിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത്, എടുത്തപ്പോൾ പാറിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഇതിൽ 2 പൂവാണുള്ളത് കേട്ടോ. 2 പൂക്കളാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗപ്പികളും ഇതിൽ നല്ലോണ്ട് വേണ്ടിയില്ലേ, 2 പൂവ്. പിന്നെ ചെറിയ മുട്ടുകൾ അതിലുണ്ടാവുന്നുണ്ട് കേട്ടോ. മുട്ടുകളും ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഈ റെഡ് പ്ലാന്റ്, അത് പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷമാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് എന്താ പറയുക, നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. ഈ പൂവ് ഇതിൻ്റെ ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര പൂക്കളുണ്ട് കേട്ടോ ഇതിൽ. നല്ല വലുപ്പമുള്ള പൂക്കളാണ്. ആദ്യം ഉണ്ടായിരുന്നതിലും നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇപ്പോൾ ഇതിലുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ പൂക്കൾ. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിങ്ങനെ ഫുള്ള് വിരിഞ്ഞ് കേട്ടോ. ഇതൊരു 10 മണിയാകുമ്പോഴാണ് ഇത് ഫുള്ള് നമുക്ക് വിരിഞ്ഞ് കിട്ടുന്നത്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് ഒരു ചെറിയൊരു ഈ ബൗളിലൊക്കെ ചിലപ്പം വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൂവിടുന്നതാണ്. ഒന്ന് നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു ബൗളിൽ ഇത് വളർത്താൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് നല്ല നമുക്ക് ബൗളിലൊക്കെ ഇൻഡോർ ആക്കിയിട്ടൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കൊരു ദിവസം ഒന്ന് വെയിലത്ത് കൊണ്ട് നിൽക്കുക, പിന്നെ ഒരു ദിവസം അങ്ങനെ, അല്ലെങ്കിൽ പൂവിട്ടിട്ട് നമുക്ക് ഉള്ളിൽ വെച്ചാലും മതി, അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഇതിനൊക്കെ ഇവിടെ നിറയെ മുട്ടുകളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കണ ഇതൊക്കെ നിറയെ മുട്ടുകളാണ്. പിന്നെ ഇതൊക്കെ വിരിയാനാവണുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ല, ഇതിപ്പോൾ വിരിയാണ് അപ്പം ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ അടിഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇതിലിങ്ങനെ താന്ന് നിൽക്കുന്നുണ്ട് പൂക്കൾ. ഇതിൻ്റെ ഇടയിൽ നിന്ന് വരാൻ പറ്റാത്തത് കണ്ടില്ലേ. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. നമുക്കിത് ഒരു കൂട്ടത്തിലുള്ളവർ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചാൽ നല്ല രസമുണ്ടാവും. അപ്പോൾ അതിൻ്റെ നമ്മളിതിന് വളമൊക്കെ ചെയ്തിട്ടിപ്പോൾ അത് പൂക്കളുണ്ടായതാണ് കേട്ടോ. കണ്ടില്ല, നല്ല ഭംഗിയില്ല ഈ ഒരു ഫ്രെയിം ഇങ്ങനെ കാണാൻ. ഇവിടെ ചീരൊക്കെ നമ്മൾ വിളവെടുത്ത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഡെയിലി ഇങ്ങനെ നമ്മൾ പറിക്കണതാണ് കേട്ടോ. അതുപോലെ ഇത് കണ്ടില്ല, ഈ പൂവ് ഇതും നല്ല ഭംഗിയുള്ളൊരു പൂവാണിത്. ഇത് നമ്മൾ സാധാ പൂവിൻ്റെ ആയിരുന്നു. ഇതിങ്ങനെ ഒരു റോസിൻ്റെ മാതിരിയാണ് ഇത് കാണാൻ. നല്ല ഭംഗിയുള്ളൊരു ഇതാണ്. ഇത് പൂ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ.
കണ്ടില്ല, ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഈ പിങ്ക് കളറുള്ള 2 കളറുള്ള ബോഗൺവില്ല എല്ലാം നല്ല ഉഷാറായി. പിന്നെ ഈ ഒരു മരം നമുക്ക് കാണാൻ നല്ല ഇതുണ്ട് കേട്ടോ. നന്നായിട്ടിങ്ങനെ പൂവായിട്ടിങ്ങനെ വിരിഞ്ഞിരിക്കണ കണ്ടില്ല. ഇത് വലിയൊരു മരത്തിൻ്റെ മാതിരി നമുക്ക് ഇങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. വലിയൊരു മരം ഇങ്ങനെ പൂവിട്ടിരിക്കണ മാതിരി കണ്ടില്ല. അതൊക്കെ നമ്മൾ 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണമല്ലോ കേട്ടോ. ഇത് വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കണതാണ്. പിന്നെ അത് 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടൊന്നും ഇങ്ങനത്തെ ഓരോരോ ചെടികൾ പ്ലാന്റുകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് നമ്മൾ നല്ല പിന്നെ അധ്വാനം തന്നെ അതിൻ്റെ ബാക്കിലുണ്ട് കേട്ടോ. കാണുന്നവർക്ക് കരുതും ഒരു കൊമ്പ് കുത്തിയാൽ പിറ്റത്തെ വർഷം അത് അങ്ങനെ ഒരു മരമാവുന്നൊന്നും ആരും കരുതണ്ട. അതിന് നല്ല നമ്മൾ അധ്വാനം ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഇത് കണ്ടില്ല, ഈ കുറ്റിക്കുരുമുളക് അതിന് ഇത് തെക്കൻ പെപ്പറാണ്. അതിങ്ങനെ കൊലകൊലായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. കണ്ടില്ല, ഇതിനൊക്കെ ഓരോ കൊല ഇത് നിങ്ങൾ പിന്നെ ചില ആൾക്കാരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നമുക്ക് പിന്നെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ കായ്ച്ചിക്കണത് ഒരു കൊലകൊലായിട്ട് കായ്ച്ചിക്കണതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിമേലും ചെറിയ പൂക്കളായി വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതൊക്കെ പൂക്കളാണ്. ഇവിടെ പൂക്കളുണ്ട്. പിന്നെ നമ്മൾ അപ്പുറത്ത് കാണിച്ച ആ ഒരു ചെടി ഉണ്ടല്ലോ, ഇതിമേൽ പിന്നെ പൂ വരുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇതിലൊക്കെ നല്ല മുട്ടുകൾ വരുന്നുണ്ട്. ഇത് നമ്മളെ ഇന്ത്യൻ അല്ല കേട്ടോ, ഇത് വിദേശിയാണ്. നമ്മൾ പിന്നെ സൗദിയിൽ നിന്നൊരു കമ്പ് കൊടുന്നതാണ് ഇതിൻ്റെ. പിന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു ടൈപ്പ് ഇല്ല. അത് നമ്മളെ നാട്ടിലുള്ളത് ഒറ്റ ലെയറായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രത്യേകത, ഈ ചെടീൻ്റെ പ്രത്യേകത ഇതിങ്ങനെ റോസിൻ്റെ മാതിരി ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ പിന്നെ ഇന്ത്യയിലുള്ള ഒരൊറ്റ ലെയറായിട്ട് ഒരു 4 ഇതളായിട്ടാണ്. ഇതിന്മേൽ ധാരാളം ഇതളുണ്ട്. നല്ല പിന്നെ വാസനയുണ്ട് കേട്ടോ. അത് നല്ലൊരു വാസനയാണിത്. അപ്പോൾ അത് അവിടുന്ന് നമ്മൾ കൊടുന്നിട്ട് പിന്നെ അതിൻ്റെ കമ്പ് കൊടുന്ന് ഇവിടെ നട്ട് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് പൂവിടാണ് കേട്ടോ. അതിൻ്റെ ചട്ടിയിലും നിലത്തുള്ളത് നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ചട്ടിയിലുള്ളത് പിന്നെ ഇങ്ങനെ പൂവായി വരണുള്ളൂ. പക്ഷെ അത് നിലത്തുള്ള കാട്ടിലും കാണാൻ ഭംഗി ചിലപ്പം പൂവിട്ടാൽ ഇതാവും. കാരണം എന്ന് പറഞ്ഞാൽ ഇലകൾ ചെറുതായതുകൊണ്ട് ഇല അതിന് മൂടണില്ല. പിന്നെ ഈ ബോഗൺവില്ല ഇത് കണ്ടില്ലേ, ഇതൊക്കെ അവിടെ പിന്നെ പൂ ഇട്ടിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് ഭയങ്കര മുള്ളാണ്, ഷാർപ്പാണ് മുള്ള്. ഇത് കുട്ടികളൊക്കെ ഉള്ളിടത്ത് ഇത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ ബോഗൺവില്ലക്കും അത്ര മുള്ള് കുറവുള്ളതും തീരെ മുള്ളില്ലാത്തതും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളത് പിന്നെ ഇവിടെ നല്ല മുള്ളാണ് ആ ഒരു ബോഗൺവില്ലക്ക്. പിന്നെ അത് പിന്നെ ശംഖുപുഷ്പമാണ് കേട്ടോ. ശംഖുപുഷ്പത്തിന് എന്നും പൂവുണ്ട്. ഈ ഭാഗത്ത് അടിഭാഗത്തൊക്കെ ആയിട്ട് പൂവുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു മുളൻ്റെ ഒരു ഇതിമങ്ങനെ പിന്നെ കയറാൻ വിട്ടിരിക്കുകയാണ് കേട്ടോ. നല്ല പിന്നെ അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ ഒരു കമ്പ് കെട്ടി കൊടുക്കണം. അതിങ്ങനെ തൂക്കിയിട്ട് ഉണ്ടാവുന്ന ഒരു രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കണം. അത് എന്നാലാണ് ഇപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവിടെ 10 മണി കണ്ടില്ല, 10 മണിയുമ്പോൾ നിറയെ പൂക്കളാണ് കേട്ടോ. 10 മണി നമുക്ക് നിറയെ പൂക്കൾ വരുന്നുണ്ട്. അതേമാതിരി തന്നെ കുക്കുംബർ, ഇന്നലെ കണ്ട കുക്കുംബറല്ല ഇന്ന് പെട്ടെന്ന് വളരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞാൽ നല്ല പെട്ടെന്ന് അതിൻ്റെ കായ പിടിക്കണതാണ് നമുക്ക് പെട്ടെന്ന് അറിയാത്. പിടിച്ച കായാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു വിരൽ വലുപ്പത്തിൽ കണ്ട് വലുതായി പിന്നെ വരും. അതുപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് നമ്മൾ ഈ സൈഡിലേക്കാണ് ഈ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ സൈഡിലേക്ക് ഇങ്ങനെ ഇവിടെ ഈ മൊത്തത്തിൽ ഇവിടെ തന്നെ ചെടികളായിരുന്നു. അത് അവിടുന്ന് ഫുള്ള് മാറ്റി സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് ഒരേ ലെവലിൽ വെച്ചിട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പിന്നെ ഇത് ബോഗൺവില്ല ഉണ്ടല്ലോ, ഇത് നമ്മൾ പറിച്ചിട്ട് കുറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നില്ല, ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കും. അതിൽ അതിൻ്റെ ആ വലിയ കേട് തീർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കാണിത് പിന്നെ ഇത് ഇവിടുന്ന് മാറ്റിയിട്ടില്ല കേട്ടോ. വലിയ ചട്ടി ആയതുകൊണ്ട് പിന്നെ
വീടിൻ്റെ മുന്നിലെ ഒരു അലങ്കാരത്തിന് അതങ്ങനെ വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഇത് കാണാൻ നല്ല ഒരു ഭംഗിയാണ് കേട്ടോ. ആ ഒരു തക്കാളി അതിലുണ്ടായപ്പോൾ നമുക്ക് അത്ര ഒരു ഇത് കിട്ടണില്ലെങ്കിലും അത് നമ്മൾ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. തക്കാളി അത് കായ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പറിക്കാന്നുള്ളതിൽ അവിടെ വെച്ചതാണ്. അത് തക്കാളി ഇപ്പോൾ കായ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അടീനിയങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് വെച്ചിട്ടുള്ളത്. ഈ അടീനി നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ പൂവ് വരികയാണ് കേട്ടത്. ഇതിങ്ങനെ പൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. നമുക്ക് മറ്റതും കട്ട് ചെയ്യേണ്ടതുണ്ട്. കട്ട് ചെയ്താൽ ഇപ്പോൾ അത് നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഓരോ ഭാഗത്തേക്ക് ചെടി മാറ്റിയതാണല്ലോ ഇപ്പോൾ കാണിച്ചത്. ഇത് ഈ ഒരു ചെടി അപ്പുറത്ത് ഈ ഭാഗത്ത് ഇരുന്നിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഈ ഭാഗത്തേക്ക് മാറ്റി. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഈ ചെടികളൊക്കെ ഈ ഭാഗത്തേക്ക് ഇതോടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇവിടുന്ന് കുറച്ച് തിക്കുണ്ടായിരുന്ന ആ ചെടികളൊക്കെ ഒന്ന് മാറ്റി ഇവിടെ കുറച്ച് ചെടികൾ നട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ ബിഗോണിയൊക്കെ ആ സൈഡിലേക്ക് മാറ്റി കേട്ടോ. ബിഗോണിയ വെയിലുണ്ടായിട്ട് പറ്റ ക്ഷീണിച്ച് പിന്നെ അതിൻ്റെ വളർച്ചനെ മുരടിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാറ്റിയപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ മാറ്റിയിട്ട്. അപ്പോൾ അത് ശരിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തണൽ ഇഷ്ടപ്പെടുന്ന ചെടികളൊക്കെ തണലത്തേക്കും അല്ലാത്തത് നമ്മൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ വെയിലുള്ളിടത്തേക്കൊക്കെ അങ്ങോട്ടും ഒരു ചേഞ്ച് ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ ഇതൊരു തൂക്ക് ചട്ടിയിലത് ഇതൊരു നല്ലൊരു കട്ടിയുള്ള ഇലയാണത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് തിക്കായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഓർക്കിഡിന് ഇതല്ലേ ഒരു പുതിയ തൈ ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗം ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ ഇത് പോയി. എന്നാലും നമ്മൾ കളയണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പുതിയൊരു തൈ വേറെ ഉണ്ടാവും. അതങ്ങനെ അവിടെ വെച്ചാൽ മതി. അത് ചാടാതെ എങ്ങനെയും നിൽക്കുക. നനയ്ക്കുമ്പോൾ അതിൻ്റെ ഈ തണ്ടൊന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തണ്ട് ഇങ്ങനെ മൊത്തത്തിലൊന്ന് നനച്ചു കൊടുത്താൽ അവിടെ നമുക്കൊരു തൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഒറ്റ സ്റ്റെമ്പ് നമ്മളിത് കളയണ്ട കേട്ടോ. നമുക്കത് തൈ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇത് കണ്ടില്ല. അപ്പോൾ ഈ ഒരു ഇതിന്മേലുള്ള വേരാണിത്. കണ്ടില്ല, ഒരു തൈ അതിമുണ്ടായി. ഇപ്പോൾ ഒരു വേര് ഇത്ര. ഇനി നമുക്ക് ഈ ഭാഗം കണ്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തൈയായി മാറ്റിയെടുക്കാം. ഇത് ഈ തൈ ഇങ്ങനെ വലുതാവുന്നിടത്തോളം അവിടെ അടിയിൽ നിന്ന് അതിൻ്റെ അത് അടിഭാഗം ഇങ്ങനെ ചീഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കൊണ്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ തൈയാവും. അടിയിൽ ഇതിൻ്റെ ഒരു തൈ ഇവിടെ അടിയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഈ ഭാഗത്തൊക്കെ നമുക്ക് തൈകൾ നല്ല ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഓർക്കിഡിൻ്റെ തൈകളൊക്കെ ഇതിൻ്റെ ഉള്ളു ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി മുറിച്ചിട്ട് പുതിയ ചട്ടികളിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഇതിന്മേൽ നമുക്ക് തൈയായി. അതുപോലെ തന്നെ നമുക്ക് മേൽഭാഗത്ത് ഇതിന്മേലൊക്കെ തൈകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തൈകൾ ഉണ്ടാവുന്ന ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ കളയാൻ നിന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ ഈ സ്റ്റെമ്പ് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇപ്പോൾ ഇതിൽ 2 തൈയാണ് കേട്ടോ. നമുക്ക് അതിൽ നിന്ന് അപ്പോൾ അതിൽ തന്നെ നിലനിർത്തണം കേട്ടോ. നമ്മളത് അവിടെ നിന്ന് മാറ്റണമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ ഒരു തൈ ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ആ വേര് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത്. ആ തൈ ഇങ്ങനെ ഉണ്ടാവണത് വേര് സൈഡിൽ നിന്ന് ഇങ്ങനെ ഫസ്റ്റ് പൊട്ടിയിട്ട് വരിക. പിന്നെ ജിമ്മ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഒരു തൈ ഉണ്ടാകാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര എക്സ്പെൻസായ ചെടിയാണ് ഈ ഒരു ഓർക്കിഡ് കേട്ടോ. ഇതിന് നല്ല വിലപ്പിടിപ്പുള്ളതാണ്. അപ്പോൾ അതിമന്നൊരു ചെടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ഇതുപോലുള്ള ഒരു തൈയിന് കൊടുക്കണം ഈ 300 രൂപ, 250, 300 ആ റേഞ്ചിലാണ് അതിൻ്റെ വരുന്നത് കേട്ടോ. ഇങ്ങനത്തെ വലിയൊരു പ്ലാന്റ് ഇങ്ങനത്തെ ഇതുപോലുള്ളൊരു ഒന്ന് കിട്ടണമെങ്കിൽ നമുക്ക് 2000, 1700 ഒക്കെ ആ റേറ്റിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞ ആ ഒരു ചെടീൻ്റെ അതിൻ്റെ ഒരു തൈയാണ് ഇത് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ ഇവിടെയൊക്കെ തൈ ഉണ്ടാകുന്നതിനൊപ്പം തന്നെ നമുക്കിവിടെ ഈ മൊട്ടുകളും ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും നനച്ച് കൊടുക്കുക. ഒരു ദിവസമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് നനയ്ക്കണത്. നന ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വളർച്ചനെ ബാധിക്കൂട്ടത്. കണ്ടില്ല, ഇതിൻ്റെ അടിയിൽ നിന്ന്
തൈ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതിന് നിറയെ തൈകളാണ് ഉണ്ടാകുന്നത് കേട്ടോ. കണ്ടില്ലേ, ഇതിന് 1 2 3 4 5 6 7 തൈയാണ്. 8 തൈയാണ് ഈ ഒരൊറ്റ ഇതിന്മേ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് 8 ഒന്നും മാറ്റിയെടുക്കാൻ പറ്റില്ലെങ്കിൽ 2 3 ഒക്കെ ആക്കിയിട്ട് നമുക്കത് മുറിച്ച് സൈസാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈ പുതിയതാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഈ സൈഡിൽ നമുക്കിങ്ങനെ ഒരേ ഇതിൽ കാണാൻ സാധിക്കുന്ന തൈകളുണ്ടായത്. ഇതൊക്കെ പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു റിസ്ക് പിടിച്ച പരിപാടിയാണ്. നമ്മൾ ആദ്യം സ്റ്റാൻഡ് വേണം. ഒരു സ്റ്റാൻഡ് നിലത്ത് എങ്ങനെയായാലും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ മുടക്കുള്ളൊരു ഇതന്നെ സ്റ്റാൻഡൊക്കെ നമ്മളിത് അടിച്ചുണ്ടാക്കണം കേട്ടോ. അപ്പോൾ എന്നെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ഒരു ഭംഗിയിലും ഇത് അത്ര ഉഷാറിലായിട്ട് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. ഇതിൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഒരു പൂവ് കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ ഇതിന് വേറെ ഒരു തൈ വന്നു. ഇനി ഇതിൻ്റെ അടിയിൽ നിന്നൊക്കെ തൈകൾ വരും കേട്ടോ. നമ്മളിവിടെ ഒന്ന് ഓപ്പണാക്കി വെച്ച് കൊടുത്താൽ മതി. ഈ ഭാഗത്ത് നമ്മളിതിന് ആ തിക്കൊന്ന് കുറച്ച് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഇതിൻ്റെ ഈ അടിഭാഗം ഈ തണ്ട് കാണുന്ന ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവിടുന്ന് തൈകളുണ്ടാവും കേട്ടോ. നമ്മളത് ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇതുപോലെ ഇതിൻ്റെ കട ശരിക്ക് കാണിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്നാണ് ഈ തൈകളുണ്ടാവുക. മറ്റേത് ഇതുപോലെ അടിയിൽ നിന്നുണ്ടാകുമ്പോൾ ഒരു ഉഷാറായി വരില്ല. ഇത് കണ്ടില്ല, ഇതൊക്കെ നമ്മളങ്ങനെ അടിയിൽ നിന്നുണ്ടാകണം. അപ്പോൾ ഒരു കരുത്തുണ്ടാകണമെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അതിൻ്റെ അടിഭാഗം എപ്പോഴും വൃത്തിയായിട്ടും ക്ലീനായിട്ടും അതുപോലെ തന്നെ ആ അടിഭാഗം നമ്മൾ കാണുന്ന രീതിയിലും നിർത്തണം കേട്ടോ. അതുപോലെ ഒരു തൈ പാടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഈ ഒരു പൂവ് ഒരുപാടായിട്ട് അപ്പോൾ ഒരു 3 മാസത്തിൽ കൂടുതലായി. ഇതൊക്കെ ഓർക്കിഡിൻ്റെ തൈകളൊക്കെ ഒരു 3 മാസം 4 മാസമൊക്കെ നിൽക്കുന്ന തൈകളാണ് കേട്ടോ. പൂക്കളാണ്. ആ പൂക്കൾ 4 മാസത്തിൽ കൂടുതൽ നിൽക്കുന്ന പൂവുണ്ട്. പിന്നെ നമ്മൾ ഈ അഗ്ലോണിമയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അഗ്ലോണിമ ഒക്കെ ഈ സൈഡിലേക്ക് ഇതൊക്കെ നമ്മൾ ഒന്ന് റിസെറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ ചുവപ്പ് അഗ്ലോണിമ നമ്മൾ മാറ്റിയിട്ടില്ല. അവിടെയാണ് അതിൻ്റെ ഒരു വളർച്ച കിട്ടുന്നത്. നമ്മൾ മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ വളർച്ച സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടില്ല. ഈ അഗ്ലോണിമൊക്കെ നിൽക്കുന്നിടത്ത് തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തും ചെടികൾ കുറച്ച് നമ്മൾ ഒന്ന് സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേത് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല അത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഉഷാറാക്കി ഒന്ന് സെറ്റ് ചെയ്ത് ലെവലാക്കി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലീനാക്കിയില്ലെങ്കിൽ ഈ ഒച്ചിൻ്റെ ശല്യം ഉണ്ടാവും എപ്പോഴും ഇങ്ങനെ നനഞ്ഞെടുക്കണതുകൊണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചണ്ടി ഇതിൻ്റെ ഇലയൊക്കെ വീണ് അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഒക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടുണ്ട്. ഇനി മുറ്റം ഒന്ന് ക്ലീനാക്കാനുള്ളൂ. മുറ്റത്ത് ആ ചെടി മാറ്റിയ സ്ഥലത്തൊക്കെ മണ്ണിൻ്റെ കാര്യം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊന്ന് മെഷീന് കൊടുത്തിട്ട് അടിച്ച് ഈ കാർ വാഷ് ഉണ്ടല്ലോ, ആ ഒരു മെഷീന് കൊടുത്തിട്ട് നമുക്ക് അടിച്ചിട്ട് ഒന്ന് ക്ലീനാക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നീട്ടി കൊണ്ടുപോകണം കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല, ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം എൻ്റെ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ നിർബന്ധമായിട്ട് അതിന് വലിയൊരു മുടക്കമൊന്നുമില്ല. അതിൻ്റെ ആ ലൈക്ക് ചെയ്യണ ബട്ടൺ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. അതുകൊണ്ട് പ്രത്യേകിച്ച് പണം മുടക്കോ അങ്ങനെ ഒരു ഇതുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ തരാണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നിങ്ങൾ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ എനിക്കും അതൊരു ഉപകാരമാവുമല്ലോ. അപ്പോൾ കമൻറ്റ് രൂപത്തിൽ നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതോടൊപ്പം പ്രധാനമായിട്ടും നിങ്ങൾ ഒന്ന് ഇത് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. ഒന്ന് ഒരു വേഷം കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അത് എല്ലാവരും ഒന്ന് കണക്കിലെടുക്കണം. സബ്സ്ക്രൈബ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേറെ സന്തോഷമാവും. എന്നാലും ഒന്ന് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരം. അപ്പോൾ എന്നാൽ ഈ വീഡിയോ ഞാൻ കൂടുതലും നീട്ടിക്കൊണ്ടുപോകണില്ല, എന്നാൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.